ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് കടക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് കടക്കാം. എബ്രായ ലേഖനം എഴുതിയിരിക്കുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും വീണ്ടും ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ഒരു പാട്ട് പാടി, യേശുവെ പോലെ ആരുമില്ല, അല്ലേ? അത് തന്നെയാണ് എബ്രായ ലേഖനത്തിന്റെയും ഇതിവൃത്തം, അല്ലേ? ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം അതാണ്. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ നിസ്തുല്യനായ ഒരു രക്ഷകൻ വേറെ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് എഴുതിയത് മുൻകാലങ്ങളിൽ വളരെ തീക്ഷ്ണതയോടെ യേശുവിനെ പിൻപറ്റിയവരും എന്നാൽ ഇപ്പോൾ അല്പം പിന്മാറ്റത്തിലുമായിരിക്കുന്ന യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. മുൻകാലത്ത്, ഈ 10-ാം അധ്യായത്തിന്റെ അവസാനം തന്നെയാണ്, മുൻകാലങ്ങളിൽ അവർക്ക് സ്വർഗത്തിൽ നിത്യസമ്പത്തുണ്ടെന്ന് വിശ്വസിച്ച അവർ ഇവിടുത്തെ സമ്പത്തൊക്കെ അപഹരിക്കുവാൻ അനുവദിച്ചു കൊടുത്തു. അപ്പൊ അവര് കഷ്ടതയും പീഡയും ക്രിസ്തുവിന് വേണ്ടി സഹിച്ചവരാണ്. പലപ്പോഴും നമ്മൾ എബ്രായ ലേഖനം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഇവരെന്തോ പന്നന്മാരാണെന്നുള്ള രീതിയിൽ പ്രസംഗിക്കും. ഈ എബ്രായ ലേഖനം എഴുതിയത് ഏതോ കാശിന് കൊള്ളാത്ത വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. അവര് ഇപ്പോൾ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നൊക്കെ. പക്ഷെ ഈ ലേഖനകർത്താവ് തന്നെ 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പിന്നീട് താഴെ പറയുന്നുണ്ട്. നമ്മൾ അതിലൂടെ കിടക്കുന്നില്ല. നിത്യമായ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ കഷ്ടതയൊക്കെ സഹിച്ചു. നിങ്ങളുടെ ഇവിടുത്തെ സമ്പത്തൊക്കെ ആ സുവിശേഷ വിരോധികൾ അപഹരിക്കുവാൻ അനുവദിച്ചു കൊടുത്തു. ആ മുൻകാലമൊക്കെ നിങ്ങൾ ഓർക്കണം എന്നാണ് ഇവിടെ 10-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്മാറ്റത്തിൽ പോയ നല്ല തീക്ഷ്ണത ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് വേണ്ടി വീണ്ടും അവരെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനേക്കാളും കൂടിയവൻ ആരുമില്ല, പിന്നിപ്പോ നിങ്ങൾ എങ്ങോട്ടായി പോന്നേ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായർ 10 ഈ മൊത്തം നമ്മളിന്ന് കാണുന്ന വേദഭാഗം മൊത്തം ഞാൻ വായിക്കുന്നില്ല. ഓരോരോ ഭാഗമായിട്ട് വായിച്ച് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. 10-ന്റെ 19 മുതലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതൊരു ധ്യാനമാണ്, അതുകൊണ്ട് പടിപടിയായി പറഞ്ഞു ഫലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. അവിടെ 2 വസ്തുതകളാണ് ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ രണ്ടും 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും പഠിപ്പിക്കുന്ന 2 വസ്തുതകളാണ്. അത് ഉപസംഹരിച്ച് പറയുകയാണ്. ഇത്രയും നേരം കണ്ട കുറച്ച് സത്യങ്ങളൊക്കെ ഉപസംഹരിച്ചിട്ട് അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് പിന്നെ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ ലേഖനകർത്താവിനെ പോലെ ഇങ്ങനെ ഒരുമിച്ച് വന്നിരുന്നതാണെങ്കിൽ അതങ്ങ് പ്രസംഗിക്കായിരുന്നു. ഇനിയിപ്പോ ഇതൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 വസ്തുതകൾ, അല്ലെ? ഒന്നാമത്തെ വസ്തുത, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പുതുവഴി തുറന്നു തന്നിരിക്കുന്നു. ഇതാണ് 9-ാമത്തെ അധ്യായത്തിന് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. അതുകൊണ്ട് 9-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 9-ന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്. 9-ന്റെ 11, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി ഇല്ലാത്തതായി, എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവ് സമർപ്പിച്ച യാഗം നിസ്തുല്യമാണ്. അതിന് തുല്യത പറയാൻ വേറൊരു ആട്ടുകൊറ്റന്റെയോ പശുക്കിടാവിന്റെയോ രക്തത്തിനൊന്നും കഴിയത്തില്ല. നമ്മൾ പാട്ട് പാടിയപ്പോഴും പാടിയത്, യാഗമായി തീർന്നവനെ അങ്ങേ പോലെ ആരുമില്ല, അല്ലെ? അപ്പൊ ആ യാഗത്തിന്റെ പ്രസക്തി, അല്ലെ, അത് തികവുള്ള ഒരു യാഗമാണ്. അപ്പൊ ആ യാഗം അർപ്പിച്ചവൻ എവിടെ കയറിപ്പോയെന്നാ പറഞ്ഞ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ആലയത്തിനകത്ത് കയറിപ്പോയി.
അല്ലെ, കൈപ്പണിയാൽ ഇല്ലാത്തതായ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ഒരു കൂടാരത്തിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയെന്നായി പറഞ്ഞാൽ അർത്ഥം. ഭൂമിയിലെ മോശ ഉണ്ടാക്കി വെച്ച കൂടാരത്തിനകത്ത് പോയതല്ല, അത് ഭൂമിയിലെ പുരോഹിതൻ പോകുന്ന സ്ഥലം. എന്നാൽ ഭൂമിയിലേത് നിഴലായിരിക്കുകയും അതിൻ്റെ പൊരുളായിരിക്കുന്ന സ്വർഗത്തിലെ ആലയത്തിലേക്ക് കർത്താവ് കടന്നുപോയി. അല്ലെ, ആ രക്തത്തിന്റെ മഹത്വം നമ്മൾ അറിയണം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. പഴയ നിയമത്തിലെ ഈ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും ഒക്കെ രക്തത്തിന് തൽക്കാലത്തേക്ക് ഒരു ശുദ്ധീകരണം തരുവാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തം എത്ര അധികം ശുദ്ധീകരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നേ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ. അപ്പൊ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ. എവിടാ ഈ ശുദ്ധീകരണം? മനസാക്ഷിയിൽ, കുറ്റബോധത്തിൽ നിന്നുള്ള ശുദ്ധീകരണം. അല്ലെ, അങ്ങനെ ശുദ്ധീകരിച്ച് നമുക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ എത്രയധികം ഈ രക്തം നമ്മളെ സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അതാണ് പിന്നീട് 10 നമ്മൾ വായിച്ച പുതുവഴി. ദൈവത്തിലേക്ക് കടന്നു പോകുവാൻ പ്രാഗൽഭ്യം പ്രാപിക്കുന്ന ഒരു വഴി കർത്താവ് നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്ന് പിന്നീട് താഴോട്ട് 9 പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ രക്തത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 26-ാം വാക്യം 9-ന്റെ, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചതിനാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അറക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതായി പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവ് ഒരു പ്രാവശ്യം വന്ന് ഒരു യാഗം കഴിച്ചേച്ച് അങ്ങ് പോയി. അതിലെല്ലാം നിവൃത്തിയായി. തികവുള്ള യാഗമാണ്. മറ്റിടത്ത് അങ്ങനല്ല. പഴയ നിയമത്തില് എപ്പോഴും ഇങ്ങനെ വർഷം തോറും അർപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ പാപമൊട്ട് പോത്തുമില്ല. അതവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളുടെ ഓർമ്മ പുതുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലെ, 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. 1-ാമത്തെ വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. പൂർണ്ണമായിട്ടും മനസാക്ഷിയിൽ പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ പഴയ നിയമത്തിലെ നിഴലായിരിക്കുന്ന ഒരു യാഗത്തിനും കഴിയത്തില്ല. കുറ്റബോധമൊക്കെ പിന്നെയും ഓർമ്മ വരും. എന്നാൽ അടുത്തത് നമ്മൾ തുറന്നു വായിച്ചേ, സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നു നിന്നുപോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. ഓർമ്മ പുതുക്കലാണ് അപ്പം പഴയ നിയമത്തിൽ ഈ യാഗം കഴിക്കുന്നത്. അല്ലാതെ ഇത് പോകാൻ പറ്റത്തില്ല, വിട്ടേച്ച് പോകാൻ പറ്റത്തില്ല, ഇതിനെ മറക്കാൻ പറ്റത്തില്ല പാപത്തെ. അല്ലേ, 10-ാം അധ്യായത്തിന് താഴോട്ട് വന്നാട്ടെ. അവിടെ 11-ാം വാക്യം, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. എല്ലാവരും കണ്ടോ? അത് നിൽക്കുന്നു. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ നിന്നുകൊണ്ട് ഈ ആടിനെയും പശുവിനെയൊക്കെ മുറിച്ചിങ്ങനെ യാഗം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്നു. അല്ലെ, ഒരേ യാഗം തന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്ത് ഇരിക്കുന്നു. നിങ്ങൾ ആ വ്യത്യാസം കാണുന്നുണ്ടോ? പഴയ നിയമത്തിൽ പുരോഹിതൻ നിൽക്കുന്നു, അവന്റെ ജോലി തീർന്നിട്ടില്ല. പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ജോലി തീർത്തിരിക്കുന്നു.
തമ്മിലുള്ള താരതമ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ജോലി തീർത്തു, യാഗം തീർന്നു, ഇനി ഒരു യാഗവും വേണ്ട. പാപത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ, അത് കുറ്റബോധമാകട്ടെ, ശുദ്ധീകരണമാകട്ടെ, അതിനുവേണ്ട തികവുള്ള യാഗം കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇനി വേറെ ക്രിയ ഒന്നും വേണ്ട. ഇനി വേറെ ക്രിയ ചെയ്താലേ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ വളർച്ച വരുമെന്നൊക്കെ ചിലർ പറഞ്ഞോണ്ട് നടക്കാം. അവര് പറയുന്നത് എന്താ പറയുക, ക്രൂശ് പോരാ, ക്രൂശിലെ രക്തം അത്ര പോരാ, ഒരു 90% ഒക്കെ കൊള്ളാം, ബാക്കി 10% വേറെ ക്രിയ ചെയ്യണം. അങ്ങനെ ഒരു ക്രിയയും ഇല്ല. ഇത് പരിപൂർണ തികവുള്ള യാഗമാണ്, അല്ലെ? അതുകൊണ്ടാണ് കർത്താവ് പ്രവൃത്തി നിർത്തി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി ഇരിക്കുന്നു. അതാണ് പിന്നീട് പരിശുദ്ധാത്മാവും പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള വേദഭാഗത്ത് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ വസ്തുത. 19-ാം വാക്യത്തിൽ ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, തന്റെ സ്വന്തം ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പുതിയതായിട്ടുള്ള ജീവനുള്ള ഒരു വഴി കർത്താവ് തന്റെ രക്തത്താൽ പ്രതിഷ്ഠിച്ചു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ഭയവും കൂടാതെ, ഒരു കുറ്റബോധവും കൂടാതെ കടന്നു ചെല്ലുവാൻ ജീവനുള്ളൊരു പുതുവഴി തന്റെ രക്തത്താൽ കർത്താവ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി തിരശീല, അറിയാമല്ലോ, പഴയ നിയമത്തില് അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലത്തിനിടയ്ക്ക് ഒരു തിരശീലയുണ്ട്. ആ തിരശീല കീറി. പക്ഷെ ആ തിരശീല എവിടാ കീറിയത്? തന്റെ സ്വന്തം ശരീരം ചീന്തി. ക്രൂശിൽ കർത്താവ് ആ തിരശീല ചീന്തി നമുക്ക് പുതിയൊരു വഴി തുറന്നു തന്നിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ വസ്തുത അതാണ്, നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി ഉണ്ട്. ഇനി രണ്ടാമത്തെ വസ്തുത അവിടെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ഈ ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട് നമുക്ക്, അല്ലേ? അപ്പൊ അതാണ് രണ്ടാമത്തെ വസ്തുത. ഈ വഴിയുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ധൈര്യത്തോടെ വഴി കൂടെ പോകാമെന്ന് മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന മഹാപുരോഹിതൻ നമുക്കുണ്ട്, അല്ലെ? 1 യോഹന്നാൻ 2 പറയുന്നതാണ്, നമുക്ക് പാപം ചെയ്താൽ നമുക്കൊരു കാര്യസ്ഥൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയം വേണ്ട. ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന, നമ്മുടെ അംഗീകാരം പ്രാപിച്ചിരിക്കുന്ന, നമ്മുടെ പ്രതിനിധിയായ, നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു ഉണ്ട്. അല്ല, ഞാൻ എന്റെ സ്വന്തം അഡ്രസ്സിലല്ല ദൈവത്തിന്റെ അടുത്ത് പോകുന്നു, യേശുവിന്റെ അഡ്രസ്സിൽ. അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ. എന്താ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്? എന്റെ പേരിൽ എന്താ പ്രാർത്ഥിച്ച കുഴപ്പം? നിന്റെ പേരിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് നീതി ഇരിക്കുന്നു? നമ്മൾ അനുസരിച്ചോ? ഇല്ല. നമ്മൾ വിശുദ്ധനാണോ? അല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമം കടമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അതെന്താണ്? എന്റെ മഹാപുരോഹിതന്റെ കെയർ ഓഫിൽ ഞാൻ വരികയാണ്, അല്ലെ? അപ്പൊ അതാണ് രണ്ടാമത്തെ വസ്തുത. അപ്പൊ അതുകൊണ്ട് ഈ 2 വസ്തുതകളും മനസ്സിലാക്കിയെങ്കിൽ ഇനിയാണ് ഇന്നത്തെ പ്രബോധനം, അല്ലെ? ഇത് 2 മനസ്സിൽ വെച്ചോണം. എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമുക്ക് വഴിയുണ്ട് ദൈവസന്നിധി പോവാൻ. പാപത്തിന്റെ ശമ്പളമായ മരണം കൊടുത്തു തീർത്തു, കുറ്റബോധം പേരേണ്ട ആവശ്യമില്ല, അല്ലെ? മനസാക്ഷി കുത്തൊന്നും വെച്ചോണ്ട് ആരും ഇരിക്കണം, ദൈവത്തിന്റെ അടുക്ക പോവുക തന്നെ ചെയ്യാം. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പുരോഹിതനുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കേട്ടോടെ. അതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അതാണ് നമ്മുടെ വിഷയം, അടുത്തു ചെല്ലുക. ഇതെല്ലാം പ്രാപിച്ചേച്ച് കിടന്നുറങ്ങാനല്ല ഈ പറയുന്നത്. ഒരു 3 സ്തോത്രവും പറഞ്ഞേച്ചാൽ കിടന്നുറങ്ങിക്കോ എന്നല്ല. ഇത് ഈ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്ത് വരണം. ദൈവത്തോടുള്ള അടുപ്പം കൂട്ടണം. അപ്പൊ നമ്മൾ ഈ വഴി കിട്ടി, അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നൊക്കെ പറഞ്ഞേച്ച് പോകുന്നുണ്ടോ? ഈ വഴി കൂടെ ദൈവത്തിന്റെ അടുക്ക പോകുന്നുണ്ടോ? ദൈവത്തോട് അടുപ്പം വർദ്ധിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവവുമായിട്ടുള്ള അടുപ്പം വളർന്നു എന്നാണ് നമ്മൾ പറയുന്നത്. 2025 അവസാന മാസത്തെ 1ാമത്തെ ഞായറാഴ്ച നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഈ വർഷം വളർന്നോ? ദൈവത്തോട് അടുത്തോ? യേശുക്രിസ്തുവിന്റെ രക്തം നിമിത്തം സ്വന്തം ശരീരം ചീന്തി ഈ വഴി തുറന്നു തന്നു, അല്ലെ? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തോ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അടുപ്പം ഈ വർഷം കൂടിയോ അതോ കുറഞ്ഞോ?
അല്ലാതെ ദൈവം രക്ഷിച്ച് മക്കളെ ഒന്നും ചെയ്യണ്ട കേട്ടോ, ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് പിന്മാറ്റത്തിൽ പോകാനുള്ള ലൈസൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ അടുത്തു ചെല്ലുക, ദൈവസന്നിധിയുടെ അടുത്തു ചെല്ലുക. നമുക്ക് ഇത്രയും നല്ലൊരു വഴിയും ധൈര്യവും പുരോഹിതനെയൊക്കെ തന്നിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തു ചെല്ലണം. പക്ഷെ എങ്ങനെ ചെല്ലണം? അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുർമനസാക്ഷി നീങ്ങണം. പാപത്തിന്റെ കുറ്റബോധത്തിൽ ആരും തളർന്ന് പിന്മാറ്റത്തിൽ പോകരുത്. പലപ്പോഴും അതാ പറ്റുന്നു. മനസാക്ഷി കുത്തുകൊള്ളുമ്പോൾ കളഞ്ഞു പോകും. എന്നെ ഒന്നും ദൈവത്തിന് വേണ്ടായിരിക്കും, ഞാൻ വെറും മഹാപാതകം ചെയ്ത കൊടും പാപി. എല്ലാ പാപികളെയും ശുദ്ധീകരിക്കാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. അപ്പൊ അതൊന്നും ഒരു ഒഴിവ് കഴിവൊന്നുമല്ല. ഞാൻ മഹാഭാവിയാണ്, എല്ലാവരും മഹാഭാവികളാണ്. ഇവിടെ ആരും ചെറിയ പാപികളൊന്നുമില്ല, എല്ലാവരും മഹാഭാവികളാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ ആരും ഇരിക്കരുത്. ദുർമനസാക്ഷി, നിങ്ങളുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായിരിക്കണം. അപ്പോ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല പല വിശ്വാസികളുടെയും ജീവിതത്തിൽ. അവർ ഈ രക്തത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറ് പോലുമില്ല. പിന്നെ ചിലരുണ്ട് ഈ അന്ധവിശ്വാസം വെച്ച് കാറിന്റെ പുറത്തും പിന്നെ വീടിന്റെ പുറത്തൊക്കെ വെച്ച് തേക്കുന്നവർ. അങ്ങനൊന്നും പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ പഴയ നിയമത്തിലൊക്കെ വായിച്ചേച്ച് ചില അന്ധവിശ്വാസം പരത്തുന്നവരാണ്. അല്ലെ, ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ പിന്നെ രക്തം 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 അല്ലെ, ട്രെയിനിന്റെ പുറത്ത് രക്തം, പ്ലെയിനിന്റെ പുറത്ത് രക്തം. അങ്ങനെ കണ്ട സ്ഥാനങ്ങളുടെ പുറത്തൊക്കെ വെച്ച് തേക്കേണ്ട രക്തമല്ല, ദുർമനസാക്ഷി മാറാനാണ് രക്തം. നേരത്തെ നമ്മൾ കണ്ടു, നമ്മുടെ മനസാക്ഷി 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, മനസാക്ഷി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് പോക്കാനാണ് ഈ രക്തം. അല്ലാതെ നിങ്ങളുടെ കാറിനെയും സ്റ്റീറിങ്ങിനെയും വഴിയെ പോകുന്നതിനെയൊക്കെ തേക്കാനല്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്. രക്തം വെച്ച് തേച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്തോ ഗുണമാണ്. അതൊന്നും വചനത്തിൽ പഠിപ്പിക്കാത്ത കാര്യമാണ്. എവിടാണ് വചനം പറയുന്നത് രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടത്? മനസാക്ഷി. രക്തത്താലുള്ള ശുദ്ധീകരണം ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കുന്നുണ്ടോ? രക്തത്താൽ ജയം എപ്പോ പറയും? പിന്നെ രണ്ടാമത് പിശാച് വരുന്നത് കാണും, കേട്ട രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തം 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 എന്ന് പറയും. ഇത് രണ്ടും അല്ലാതെ വേറെ എപ്പോഴെങ്കിലും രക്തം ഉപയോഗിക്കാറുണ്ട്? 1 യോഹന്നാൻ 1:9 പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ അവന്റെ രക്തം നമ്മളെ സകല പാപത്തിൽ നിന്നും പോക്കും, അല്ലേ? എന്നിട്ട് സകല അനീതിയിൽ നിന്നും ശുദ്ധീകരിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ ആദ്യം അല്പനേരം ദൈവത്തെ സ്തുതിച്ച് വെച്ച് തുടങ്ങേണ്ട അവിടെ തുടങ്ങണം. പിതാവേ, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒന്ന് ശുദ്ധീകരിച്ചാട്ടെ. പാപക്കറകളൊക്കെ നീങ്ങി ശുദ്ധ മനസാക്ഷിയോട് വേണം എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് കൂട്ടായ്മ ആചരിക്കാൻ. പലരും അത് ചെയ്യാത്തതുകൊണ്ടാണ് പ്രാർത്ഥന ചെയ്തൊന്ന് ശോഭിക്കാത്തത്. അവിടെ പോയിരിക്കുമ്പോൾ ഇന്നലെ ചെയ്ത പാപം ആലോചിച്ചോണ്ടിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് എല്ലാ ദിവസവും ഈ പാപത്തെ കുറിച്ച് ആലോചിക്കുന്നത് ഇനി പോകണ്ട, പിന്നെ അങ്ങ് പോക്ക് നിർത്തും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവം ഈ രക്തം ചൊരിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യമുള്ള രക്തത്താലുള്ള കഴുകൽ മാത്രമല്ല, 1 യോഹന്നാനിൽ പറയുന്നതാണ്, വീണ്ടും വീണ്ടും നമുക്ക് പാപം ഏറ്റുപറഞ്ഞ് തുടർമാനമായിട്ടൊരു ശുദ്ധീകരണം രക്തത്താൽ നമ്മൾ പ്രാപിക്കണം. അത് പാപക്കറകളിൽ നിന്ന് മാത്രമല്ല, സകല അനീതിയിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പാലിക്കുന്ന ഒരു ശീലമാണ്, രാവിലെ എഴുന്നേറ്റ 1ാമത്തെ പ്രാർത്ഥന അതാണ്, രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചാട്ടെ. പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കണം. എന്റെ മനസാക്ഷി കുറ്റബോധമില്ലാതെ ദൈവസന്നിധി പ്രാഗൽഭ്യത്തോട് പ്രാർത്ഥിക്കണം. പാപ സ്വഭാവത്തിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണം. 3 പ്രാർത്ഥനയാണ് ഞാൻ എന്റെ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പൊ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. ദുർമനസാക്ഷി നീങ്ങിപ്പോകണം. ആരും കുറ്റബോധം നിമിത്തം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകരുത്. നിങ്ങൾ പറയാതെ പറയുന്നത് യേശുക്രിസ്തുവിനെ കൊണ്ട് ഒരു ഗുണവുമില്ല, കുറ്റബോധം ഒന്നും നീക്കാൻ കൊള്ളാവുന്ന രക്തമല്ല യേശുവിന്റെ രക്തം. അത് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ സുവിശേഷം കൊള്ളത്തില്ലെന്ന്. കുറ്റബോധം നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ രക്തം ചീന്തിയിരിക്കുന്നത്. ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്ന രക്തമാണ് ഈ രക്തം. അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങി ഹൃദയത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്, അഷ്വറൻസ് ഓഫ് ഫെയ്ത്ത്, അല്ലെ, ഉറപ്പുള്ളൊരു വിശ്വാസം. അതും വിശ്വാസികൾക്ക് വളരെ ഇല്ലാത്തൊരു കാര്യമാണ്, അഷ്വറൻസ്, അല്ലെ.
രക്ഷയുടെ സന്തോഷം അതില്ല. അതെന്ന് വെച്ചാൽ അവരുടെ സുവിശേഷം തന്നെ തെറ്റാ പലപ്പോഴും. ഒരു വിശ്വസിച്ച് വെച്ചിരിക്കുന്ന സുവിശേഷം പ്രവൃത്തികളുടെ സുവിശേഷമാണ്. അതുകൊണ്ട് അവർ ഇന്നലെ ഞാൻ പാപം ചെയ്തോ പിന്നെ ഞാൻ രക്ഷിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഇവരുടെ സ്വഭാവത്തിലാണ് ഇവർ രക്ഷിക്കുന്നതാണ് ഇവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. എന്റെ സ്വഭാവത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ പ്രവൃത്തിയുടെ സുവിശേഷത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? രക്ഷയുടെ സന്തോഷം, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം എങ്ങനെ വരും? യേശുവിനെ നോക്കണം. അപ്പോഴേ സ്വഭാവം മാറത്തുള്ളൂ. അല്ലാതെ സ്വഭാവം മാറ്റിയിട്ട് ഞാൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് നാളെ ഇരിക്കത്തേ ഉള്ളൂ, രക്ഷിക്കപ്പെടാമെന്ന് പോകുന്നില്ല. പൂർണ്ണ നിശ്ചയം നിങ്ങൾക്ക് നെഞ്ചി കൈവച്ച് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്, ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലാണ്, എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു പോകാൻ ധൈര്യമുള്ളൊരു പാത യേശുക്രിസ്തു ഒരുക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് പ്രാഗൽഭ്യത്തോടെ ഈ രക്തത്തിന്റെ മറവിൽ ചെല്ലാൻ പറ്റും. അതും ഇതൊക്കെ മറ്റുള്ളവരോട് പ്രസംഗിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതൊക്കെ എനിക്ക് പേടിയാണ് അല്ലെ. വല്ലവനോടും പറയാൻ കൊള്ളാം ഇതൊക്കെ, കുറച്ചും കൂവി ഇതുപോലെ പ്രസംഗിക്കാനൊക്കെ കൊള്ളാം, എന്റെ ജീവിതത്തിൽ പറ്റത്തില്ല എന്ന് പറയാം. അങ്ങനെയാണ് നിങ്ങൾ പറയും. നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ യുദ്ധം ചെയ്യാറുണ്ടോ? മനസാക്ഷി പലപ്പോഴും വചന വിരുദ്ധമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പൊ എന്താ പറയണം? മനസാക്ഷിയോട് വചനം പ്രസംഗിക്കണം. എത്രയോ വചനത്തിൽ തന്നെ നമ്മൾ കാണുന്ന കാര്യം കണ്ടിട്ടില്ലേ? 42-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തന്റെ ആത്മാവിനോട് പറയാം, എന്റെ ആത്മാവെ അടങ്ങിയിരിക്കേ, എന്റെ ആത്മാവ് എന്തിന് നീ വിഷാദപ്പെടുന്നു? കേട്ടോ, ആത്മാവും ഈ മനസാക്ഷിയൊക്കെ നമ്മളെ വചന വിരുദ്ധമായിട്ട് പ്രസംഗിക്കും. ആ പ്രസംഗകനോട് തിരിച്ചു പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ പ്രാഗൽഭ്യമുണ്ടോ? സുവിശേഷത്തിന്റെ ധൈര്യം പൂർണ്ണ നിശ്ചയം പ്രാപിച്ചിട്ടുണ്ടോ? അത് പ്രാപിക്കണം. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ 2 വസ്തുതകൾ കാരണം. അത് മറന്നുപോകരുത്. ആ വസ്തുതയാണ് നമ്മുടെ അടിസ്ഥാനം. നമുക്ക് യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞ് ധൈര്യത്തോടെ ദൈവസന്നിധി പോകാൻ പുതു വഴി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് മനസാക്ഷി പൂർണ്ണ നിശ്ചയത്തോടെ ഇരിക്കുക. നമുക്ക് അവിടെ ചെന്നാലോ ഒരു കാര്യസ്ഥനുണ്ട്, ഒരു പുരോഹിതനുണ്ട്, നമ്മുടെ നീതിയായ യേശുക്രിസ്തു അവിടെ നിൽപ്പുണ്ട് അല്ലെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തന്നെ തള്ളി ശിക്ഷാവിധിയിൽ ഇടുവാൻ കഴിയുകയില്ല. ആ വിശ്വാസത്തിന്റെ പൂർണ്ണ ഉറപ്പോടെ പരമാർത്ഥ ഹൃദയത്തോടെ, ഇത് വളരെ അത്യാവശ്യമാണ്. വിശ്വാസികൾ ആത്മാർത്ഥതയോടെ കടന്നു വരണം. പണ്ടാരോട് പറഞ്ഞ പോലെ വിശ്വാസികൾക്ക് ആത്മീയതയുണ്ട്, ആത്മാർത്ഥതയില്ലെന്ന്. അതൊരു ആത്മീയതയെ അല്ല. ആത്മാർത്ഥതയില്ലാത്ത ആത്മീയത അനാത്മീകതയാണ്. അത് ഒരു തോന്നലാണ് ഞാൻ ആത്മീയനാണെന്നുള്ളത്. കാരണം എന്താണ്? ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ, ആർക്കാണ്ടോ വേണ്ടിയിട്ടല്ല, ഏതോ ഒരുത്തം പ്രസംഗിച്ചുകൊണ്ടല്ല, വീട്ടുകാർ പറയുന്നോണ്ടല്ല, ആരാണ്ടോ ഉന്തിത്തള്ളി വിട്ടത് കൊണ്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? അടുത്തു വരിക. നിങ്ങളുടെ ഉള്ളിൽ ഈ സുവിശേഷ സത്യങ്ങൾ കേൾക്കുമ്പോൾ ഈ പ്രേരണ കടന്നു വരുന്നുണ്ടോ? ആത്മാവിന്റെ പ്രേരണ. അടുത്ത് ചെല്ലണം. ഇത്ര യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഇത്ര അധികം കഷ്ടമൊക്കെ സഹിച്ചു വാതിലൊക്കെ തുറന്നിട്ട് കാത്തിരിക്കുമ്പോ ഞാൻ മാറി നിൽക്കൂ? പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലണം നമ്മള് അല്ലേ. തന്റെ സ്വന്തം ശരീരം ചീന്തി ഒരു വാതിൽ തുറന്നത് നമുക്ക് വേണ്ടി. നമുക്ക് ഒരു കാലത്തും സ്വന്തം പ്രവൃത്തിയാൽ കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥലത്തേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്റെ സ്വന്തം ശരീരം ചീന്തി അവനൊരു വഴി തുറന്നു തന്നിരിക്കുന്നു. വെറുതെ ശരീരം മുറിച്ചെന്ന് മാത്രമല്ല, വീട്ടിൽ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് കൈമുറിച്ചെന്നല്ല, ദൈവക്രോധം സഹിച്ച് ശരീരം ചീന്തി. എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ മറുവിലയായ ദൈവക്രോധം സഹിച്ച് സ്വന്തം ശരീരം ചീന്തി വാതിൽ തുറന്നിട്ട് അപ്പം കാത്തിരിക്കാൻ നമ്മൾ പോകുന്നില്ല. നമ്മൾ എങ്ങനെ പോകണം? പൂർണ്ണ ഹൃദയത്തോടെ, പരമാർത്ഥതയോടെ. അല്ലാതെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ബാഹ്യമായ മതപരമായ കുറെ അനുഷ്ഠാനങ്ങൾ ആചരിക്കല്ല, കാണിക്കാൻ വേണ്ടി കുറച്ച് തുള്ളലും പോളും. ഇത് വെറുതെ എക്സ്റ്റേണൽ ഡിസ്പ്ലേ അല്ല അല്ലെ. ചില സഭകളൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം, നടനോ, ഭയങ്കര നടനമല്ല ഇത്. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അപ്പൊ പിന്മാറ്റത്തിൽ പോകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്ന, അടുത്തു ചെല്ലുവാൻ. അതിനു വേണ്ട എല്ലാ മുഖാന്തരങ്ങളും അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രബോധനം. പ്രിയമുള്ളവരെ, അടുത്തു ചെല്ലുക. വർഷം അവസാനിക്കാറായി. ഇനിയെങ്കിലും ഈ വർഷത്തെ പിന്മാറ്റമൊക്കെ മാറ്റി വെച്ച് നമുക്ക് അടുത്തു ചെല്ലാം. കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച് പൊറുപ്പിച്ച ചില പാവങ്ങൾ ഈ വർഷവും നമ്മൾ വെച്ച് പൊറുപ്പിച്ചു. ഇന്ന് അവസാനിപ്പിക്കാം.
ഇന്ന് ഈ യോഗത്തിൽ അവസാനിപ്പിക്കാം. ഇനി ഞാൻ പിന്മാറുകയില്ല, അടുത്തു ചെല്ലും. ഒരു തീരുമാനം എല്ലാവരും എടുക്കുമോ? ദൈവത്തോട് ഞാൻ അടുത്തു ചെല്ലും. രക്തം ചീന്തി എനിക്ക് വേണ്ടി വാതിലും തുറന്നിട്ട് ആലയത്തിൽ കർത്താവ് കാത്തിരിക്കുകയാണ് സ്വർഗത്തിൽ. നീ വന്ന് കൂട്ടായ്മ ആചരിക്കുക, നീ വന്ന് നിത്യജീവൻ പ്രാപിക്കുക, എന്റെ സാന്നിധ്യത്തിലുള്ള സന്തോഷം നീ അനുഭവിക്കുക, എന്നെ കൂടുതൽ നീ രുചിച്ചറിയുക, നിത്യജീവൻ അറിയുക. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, വിശ്വാസത്തിന്റെ ഉറപ്പോടെ, യാതൊരുവിധ സന്ദേഹമോ സംശയമോ കുറ്റബോധമോ ഒന്നും നമ്മളെ തളർത്തുവാൻ അനുവദിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവനോട് അടുത്തു ചെല്ലാം. പ്രത്യാശയുടെ സ്വീകാരം നമുക്ക് മുറുകെ പിടിക്കാം. ഈ സ്വീകാരം എന്നുള്ള വാക്ക് പഴയ മലയാളമാണ്, പുതിയ നമ്മുടെ ഭാഷയെ പറയുമ്പോൾ അത് എത്ര പെട്ടെന്ന് മനസ്സിലാകാറില്ല അല്ലെ? സ്വീകാരം, സ്വീകരണം നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വീകാരം എന്താണ്? ശ്രീകാര്യത്തിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണോ അല്ലെ? എന്താണോ എന്തോ മലയാളം ബൈബിൾ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. കൺഫെഷൻ. നമ്മൾ ആരെങ്കിലും കൺഫെഷൻ പറയുന്ന വാക്കാണ് ഇത് അല്ലെ? കൺഫെഷന് പിന്നെ ഈ സുറിയാനി മലയാളത്തിലൊരു വാക്കുണ്ട്, കുംഭസാരം. അതാർക്കും മനസ്സിലാകത്തില്ല. കുംഭൻ എന്ന് പറഞ്ഞ കുടവയറം എന്നർത്ഥം. അതിനെന്ത് സാരം അല്ലേ? അപ്പൊ കുംഭസാരം, സ്വീകാരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റുപറച്ചിൽ. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഏറ്റുപറഞ്ഞ സത്യം, വാ കൊണ്ട് ഏറ്റുപറഞ്ഞു, എടുത്തു പറഞ്ഞു. അതെ ശരി, ആമേൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ? പക്ഷെ അങ്ങനെ ആമേനൊക്കെ വാ കൊണ്ട് പറഞ്ഞ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് മുറുകെ പിടിക്കണം. അല്ലാതെ വാ കൊണ്ട് ആമേനും ഹല്ലേലൂയ മീറ്റിംഗിൽ ഇരുന്ന് പറഞ്ഞ് പാസ്സാക്കുന്നതിനെ കുറിച്ചല്ല. ഹൃദയം കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അടുത്ത് ചെല്ലുവാൻ. അതിനും ഒരു സഹായകമായ സത്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഏത് വാഗ്ദത്തം? അതും ഈ വാക്യമൊക്കെ അടർത്തി നമുക്ക് പലതും ഉണ്ടാക്കാം. പല പ്രസംഗങ്ങളും ഈ പശ്ചാത്തലമായിട്ട് ഒരു ബന്ധമില്ലാതെ പ്രസംഗിക്കാം അല്ലെ? ഏത് വാഗ്ദത്തം? ഇവിടെ പറഞ്ഞ രക്ഷയുടെ വാഗ്ദത്തം അല്ലെ? പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം. അതതിന് തൊട്ടു മേളിൽ 10-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിക്കുമ്പോൾ അറിയാം. പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് അല്ലെ? അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല. സുവിശേഷത്തിന്റെ ആധാരമായിരിക്കുന്ന പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഇനി ഓർക്കയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്റെ നിയമങ്ങളെ എഴുതി നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. ഈ വാഗ്ദത്തങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അടുത്തു വരിക എന്ന് വിളിക്കുന്ന ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് പ്രത്യാശയിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് പ്രതീക്ഷയല്ല, ചിലപ്പോ നടക്കുമായിരിക്കും. പോയി നോക്കാം ഈ ജീവന്റെ പുതുവഴി. ചിലപ്പോ അവിടെ എത്തുമ്പോൾ ചിലപ്പോ ഇറക്കി വിടുമായിരിക്കും. അങ്ങനെ ഉറപ്പില്ലാത്ത വഴിയല്ല. ഒരു ചുമ്മാ ഒരു പ്രതീക്ഷയല്ല, പ്രത്യാശ, ഉറപ്പുള്ള പ്രത്യാശയാണ്. കാരണം ഇത് ഒരു വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യാശയാണ്. ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോ കർത്താവ് നമുക്ക് ഈ ഭാഗ്യങ്ങളും ദാനങ്ങളും എല്ലാം തന്നേച്ച് പറയുന്നത് അടുത്തു വരിക അല്ലേ? ഇനി ശ്രദ്ധിച്ചു തരിക. ഇനിയാണ് ഈ സഭയോടുള്ള ദൂത് കേട്ടോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അതെങ്ങനെ ഇത്രയും നേരം അടുത്തു വന്നു പറഞ്ഞാൽ ഇപ്പൊ സഭായോഗം എവിടെ നിന്ന് കയറി വന്നു? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. സുവിശേഷത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ച് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കർത്താവിനോട് അടുത്തു വരികയാണ്. പക്ഷെ എങ്ങനെ അടുത്തു വരേണ്ടേ? സഭായോഗങ്ങൾ മുടക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് വസ്തുതകളോട് ചേർത്ത് വായിച്ച് എന്തോ പറയും? ദൈവത്തോട് അടുത്ത് വരണം, സഭായോഗം മുടക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോട് അടുത്ത് വരുവാനാണ് സഭായോഗം വെച്ചിരിക്കുന്നത്. ദൈവത്തോട് അടുത്ത് വരണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ സഭായോഗത്തിന് വരണം. അപ്പൊ സഭായോഗത്തിന് ഒന്നും വരൂല ഞങ്ങള്, പക്ഷെ ദൈവത്തോട് അടുക്കണം എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. കണ്ടോ? അത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. ദൈവത്തോട് അടുത്ത് വരുവാൻ എന്ന് പറഞ്ഞ പ്രബോധനത്തിനോട് ചേർന്ന് പറയാണ് നിങ്ങൾ പക്ഷെ സഭായോഗം മുടക്കരുത്. പൂർണ്ണ പ്രത്യാശയിൽ നിലനിന്നുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരിക. പക്ഷെ എവിടാ ദൈവത്തോട് അടുത്ത് വരുന്നത്? സഭായോഗങ്ങളിൽ. വീട്ടിൽ ഇരുന്ന് ദൈവത്തോട് അടുത്ത് വരാമോ എന്ന് ചോദിച്ചാൽ ആവാം. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ സഭായോഗങ്ങൾ എന്തിനാ വെച്ചിരിക്കുന്നത്? ദൈവത്തോട് അടുത്ത് വരുവാൻ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ചിലർ ചെയ്യുന്നത് പോലെ
നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അപ്പോ നമ്മുടെ ഇവിടുത്തെ സഭയുടെ ഒരു പ്രത്യേകത ഇതാണ്. ഇവിടെ ഈ ചിലരൊക്കെ ഉണ്ട് അല്ലേ? എബ്രായ ലേഖനത്തിലെ ചിലരുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. നമ്മുടെ സഭയുടെ പേരാണ് ചിലർ സഭ അല്ലേ? കാരണം ഇവിടെ സഭായോഗത്തിന് ആളുകൾ വരുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ അഴൂർ പഞ്ചായത്തിൽ നിന്ന് ഒറ്റ കുഞ്ഞുമില്ല. ഇവരൊക്കെ ഉള്ളു, നമ്മളൊക്കെ ഉള്ളു. ഇവിടെ പലരും വരുന്നത് മറ്റ് സഭായോഗം കഴിഞ്ഞ് ഇവിടെ സഭയോഗം നടത്താൻ വേണ്ടിയിട്ട് വരുന്നവരാണ് അല്ലേ? ഇവർക്ക് എന്താ വട്ടുണ്ടോ രണ്ടാമത് വന്ന് സഭായോഗം നടത്താൻ? ഇത് നടത്തുന്നത് അഴൂർ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവിടുന്ന് ഒരു ഒറ്റ കുഞ്ഞുമില്ല. അവരെല്ലാം പറയുന്നത് എന്താ? ദൈവത്തോട് അടുക്കണം എന്നായിരിക്കും. പക്ഷെ എങ്ങനെ ദൈവത്തോട് അടുക്കുന്നത്? സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ. സഭായോഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരാൻ പറ്റത്തില്ല. സഭായോഗത്തിൽ കടന്നു വരിക എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്തു വരുവാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ട ഒരു ചിട്ടയാണ്. ചിലപ്പോൾ നിങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ലായിരിക്കും ഇത് അല്ലേ? നിങ്ങളാരും പഠിപ്പിച്ചിട്ടല്ലായിരിക്കും. ഇന്ന് പഠിക്കാം. ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ വിശ്വസിക്കണം, പ്രത്യാശ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ പാലിക്കേണ്ട ഒരു ചിട്ടയാണ് സഭായോഗങ്ങൾ മുടക്കരുത്. അതൊരു പറ്റിയാണെ ഒന്ന് പോയച്ചു വരാം. അത് പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ചില മതത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? അതിപ്പോ മറ്റു മതമായാലും ക്രിസ്ത്യാനിത്വമായാലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ചില വിശുദ്ധന്മാരുടെയൊക്കെ പള്ളികളുണ്ട് അല്ലേ? അവിടെ പറ്റുമ്പോ പോയാൽ മതി, ഒരു നേർച്ച കാഴ്ച കൊടുത്തേച്ചിന് വരാം അല്ലേ? എവിടെയെങ്കിലുമൊക്കെ പോയെന്നൊക്കെ. ക്രിസ്ത്യാനി പള്ളികൾ തന്നെ അങ്ങനെ ഉണ്ട് അല്ലേ? ചില ബിംബങ്ങൾ, ചില മൂർത്തികളെയൊക്കെ പോയി കണ്ടേച്ച് വരാം. അത് തോന്നുമ്പോ പോയാൽ മതി, കാരണം അവിടെ പോകുന്നതിലാണ് കാര്യം. ഇതല്ല, ഇത് നമ്മൾ മുടക്കം കൂടാതെ വന്നു ചേരേണ്ട ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നമ്മള് മറ്റാലയങ്ങളിൽ പോകുന്നത് പോലെയും പള്ളിയിൽ പോകുന്ന പോലെയും ഒന്നും അല്ല സഭായോഗം. പറ്റുമ്പോ വരാം. ഇന്ന് ഒന്നും ചെയ്യാനില്ല, എന്നാ പിന്നെ ഒന്ന് പോയച്ചു വരാം അല്ലേ? സൺഡേ രാവിലെ എഴുന്നേറ്റ് ഇന്ന് പറഞ്ഞ പോലെ ഒരിടത്തും പോകണ്ട, ആരെയും കാണാനും ഇല്ല, വീട്ടിലൊരു ജോലിയും ഇല്ല, എന്നാ പിന്നെ ഒന്ന് സഭ വരെ പോയിച്ചു വരാം. അത് നമുക്ക് മറ്റാലയങ്ങളുടെ കാര്യത്തിൽ പറയാം. ഇതൊന്നും ചെയ്യാനില്ല, പിന്നെ ഒന്ന് പോയിച്ചു വരാം. അതല്ല ഇത്. ദൈവത്തോട് അടുക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു മുഖാന്തരമാണ് സഭായോഗം. അപ്പൊ ദൈവത്തോട് അടുക്കണമെങ്കിൽ ചിട്ടയായിട്ട് ഇവിടെ വരണം. സൺഡേ രാവിലെ വേറെ ഒന്നിനും സമയം കൊടുക്കരുത്. അതിന്റെ അർത്ഥം നിങ്ങൾ കൊടുക്കുകയാണ്, അതിന്റെ അർത്ഥം ദൈവത്തോട് അടുത്ത് വരുന്നതിനേക്കാളും പ്രാധാന്യമേറിയ വിഷയമാണ് എൻ്റെ വീട്ടിലെ ഏതെങ്കിലും മറ്റു കാര്യങ്ങൾ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സഭായോഗം ചിട്ടയോടുകൂടെ നമ്മൾ കടന്നു വരണം. മറ്റ് വിശ്വാസങ്ങളിലൊക്കെ, ക്രിസ്ത്യാനിത്വം ആകട്ടെ മറ്റു വിശ്വാസമാകട്ടെ, ഈ ആലയങ്ങളിൽ കടന്നു വരുന്ന അവിടെ എന്തോ ഒരു മൂർത്തി വെച്ചിട്ടുണ്ട് അല്ലെ? അവിടെ എന്തോ ഒരു ബിംബം വെച്ചിട്ടുണ്ട്, അതിനെ കാണാനായി വരുന്നത്. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? സഭായോഗത്തിന് കടന്നു വരുന്നത് എന്തിനാണ്? വന്ന് യേശു ക്രിസ്തുവിന്റെ പടത്തിന്റെ മുമ്പിൽ മറിഞ്ഞു വീഴണമെന്നാണോ? എന്താണ് പറഞ്ഞത്? സഭായോഗത്തിന് വന്ന് നമ്മൾ എന്തോ ചെയ്യണമെന്നാണ്? തമ്മിൽ പ്രബോധിപ്പിക്കണം. നമ്മുടെ ദൈവസഭയിൽ എന്തിനാ വരുന്നേ? വചനം കേൾക്കാൻ. ശ്രദ്ധിച്ചോ? നമ്മൾ ദൈവസഭയെ വരുന്നത് ഏതെങ്കിലും ബിംബത്തെ നോക്കി ആരാധിക്കാനല്ല. ദൈവസഭയെ വരുന്നത് പ്രബോധനം കേൾക്കാനാണ്, വചനം കേൾക്കാൻ. അന്യോന്യം പ്രബോധിപ്പിക്കണം. എന്തോ ഈ പ്രബോധനം? സ്നേഹിക്കാനും സൽപ്രവൃത്തി ചെയ്യുവാനും ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന പ്രബോധനങ്ങൾ. ദൈവവചന ശുശ്രൂഷ അനുഭവിക്കാനാണ് ഈ സഭയിൽ പോകുന്നത്. ആ ശുശ്രൂഷ നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാനും സൽപ്രവൃത്തി ചെയ്യുവാനുള്ള ഉത്സാഹം ദൈവം പകർന്നു തരും. ആ ഉത്സാഹം വെച്ചുകൊണ്ട് ദൈവത്തോട് നമ്മൾ അടുക്കും അല്ലേ? അപ്പോ കൃപയുടെ മുഖാന്തരങ്ങൾ അനുഭവിക്കുവാൻ, ദൈവവചന ശുശ്രൂഷ അനുഭവിപ്പാൻ നമ്മൾ സഭായോഗങ്ങളിൽ ചിട്ടയോടെ കടന്നു വരണം. ഇത്രയും നേരം എല്ലാവർക്കും സന്തോഷമായിരുന്നു ദൈവത്തോട് അടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞപ്പോ, എങ്ങനെയാണ്? സഭയിൽ ചിട്ടയോടെ കടന്നു വരണം. മുടക്കം വരുത്തരുത്. പണ്ട് കാലത്തൊക്കെ വളരെ ചിട്ടയോടെ പാലിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒരു സഭയിലും ഒരു ചിട്ടയില്ല. ഇന്ന് വന്നുവെച്ചാൽ അടുത്ത ദിവസം വന്നില്ലേ ഒരു കുഴപ്പമില്ല ഒരു സഭയിൽ. പണ്ടൊക്കെ മുടക്കും, നമ്മളെ ശിക്ഷണം നടത്തും. 3 ആഴ്ച വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നീ പൊക്കോ, നീ ഇപ്പൊ ബാക്ക് ചെയ്യില്ലേ, നിനക്ക് കർത്തൃമേശ തരത്തില്ല അല്ലെ? സഭാ ശിക്ഷണം നടത്തുമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് വർഷത്തിൽ ഒരിക്കൽ വന്നാലും ആ ബ്രദർ വന്നോ അല്ലെ? അവിടെ 1 വർഷം മുതലേ ബ്രദർ വിളിയൊക്കെ തീരുവന്നോടെ. നീ ബ്രദർ ആണോ എന്ന് ഡൗട്ട് ഉണ്ട്.
നീ ഒരു സുഹൃത്തേ ഉള്ളൂ, സഹോദരനാണ്, ക്രിസ്തുവിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇന്ന് നമുക്ക് ഉറങ്ങിയിരുന്ന് ടി വിയിലും കാണാം സഭ. അതൊക്കെ ഈ കുഴപ്പം. ഓൺലൈനൊക്കെ വന്നുകൊണ്ട് പിന്നെ വരണമൊന്നുമില്ല അല്ലേ? അങ്ങനല്ല. ഇവിടെ ലേഖനകർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സഭായോഗങ്ങൾ മുടക്കാൻ പാടില്ല. ഇവിടെ വന്ന് നിങ്ങൾ വചന ശുശ്രൂഷ അനുഭവിച്ച് നിങ്ങൾ ഉത്സാഹം പ്രാപിക്കണം. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഉത്സാഹം വരത്തില്ലേ? വരത്തില്ല. ഈ പ്രബോധനമൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എത്ര ശ്രമിച്ചാലും എൻ്റെ ഒരു സഹോദരൻ വന്ന് എന്നോട് വചനം പറയുന്നതിൻ്റെ അനുഗ്രഹം കിട്ടത്തില്ല. അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ഈ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നുണ്ടോ, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഏതാ ഈ നാള്? രണ്ടാം വരവ്. കർത്താവിന്റെ രണ്ടാം വരവ് അടുക്കും തോറും കൂട്ടായ്മ കൂട്ടണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്, അല്ല കുറയ്ക്കണമെന്നല്ല. അതെന്താ? കാരണം കർത്താവിന്റെ രണ്ടാം വരവിനോട് അടുക്കും തോറും, അന്ത്യത്തോട് നമ്മൾ അടുക്കും തോറും വിശുദ്ധിയിൽ ജീവിക്കുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാകും. ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ലാതാകും. അന്യോന്യമുള്ള പ്രബോധനം പ്രാപിക്കാതെ ഇത് ജീവിക്കാൻ പറ്റത്തില്ലെന്നാകും. കാരണം അതാണ് അവിടെ നേരത്തെ വാക്യം കണ്ടോ, ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ സഹോദരൻ വഴിതെറ്റി പോകരുതെന്നുള്ളത്. അതിനാണ് ഞാൻ അങ്ങോട്ട് പ്രബോധനം കൊടുക്കുന്നത്. അതുപോലെ ഞാൻ തെറ്റിപ്പോകാതിരിക്കാൻ എന്റെ സഹോദരൻ ഒരു ഭാരമുള്ളതുകൊണ്ടാണ് എന്നോട് പുള്ളി പ്രബോധിപ്പിക്കുന്നത്. അങ്ങനെ അന്യോന്യം പ്രബോധിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുകയാണ്. ഈ വിശുദ്ധിയുടെ പാതയിൽ നിന്ന്, ദൈവത്തോട് അടുക്കുന്ന ഈ പാതയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്. പിന്മാറ്റം തടയുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ദൈവസഭ. അപ്പൊ ദൈവസഭയിൽ തോന്നുമ്പോ വരുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? പിന്മാറ്റത്തില. ദൈവത്തോട് അടുക്കാനൊന്നും ഒരു ആഗ്രഹവും ഇല്ല, അടുക്കുന്നുമില്ല. പിന്നെന്തിനാ അവർ വരുന്ന? വല്ലപ്പോഴും ഒക്കെ ദൈവത്തെ ഒന്ന് കണ്ടു കളയാം. ദൈവം കോപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥവും നടക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തെ ഒന്ന് കണ്ടു കളയാം അല്ലേ? നമ്മൾ ചില വീടുകളൊക്കെ പറഞ്ഞു വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകും. ആ ബന്ധം ഒന്ന് നിലനിർത്തിയേക്കാം. പൊട്ടിപ്പോകണ്ടല്ലോ ബന്ധം. അതിനല്ല സഭ കയറി വരേണ്ടത്. ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മുഖാന്തരമാണ് അന്യോന്യം പാപത്തിൽ വീണു പോകാതെ സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും നടക്കുവാൻ വേണ്ടി ഉത്സാഹം പ്രാപിക്കുവാൻ വേണ്ടിയുള്ള കരുതൽ ശുശ്രൂഷ, സൂക്ഷിപ്പ് ശുശ്രൂഷ അനുഭവിക്കാനാണ് നമ്മൾ സഭയെ കടന്നു വരുന്നത്. ഇവിടെ ചേർന്ന് പോകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനത്തെ സഭയിലാ പോകേണ്ടത്. ഇവിടെ ആ പ്രശ്നം ഇല്ലേ പോലും നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഇങ്ങനെയുള്ള സഭയിലേ പോകാവുള്ളൂ. ഏത് സഭ? പ്രബോധനമുള്ള സഭ. നിങ്ങളെ വിശുദ്ധിയിലേക്ക് പ്രബോധിപ്പിക്കുന്ന സഭയിലേ പോകാവുള്ളൂ. ഇന്ന് പല സഭകളിൽ പോയപ്പോൾ ഈ പ്രബോധനമൊന്നും കേൾക്കാനില്ല. അവിടെ വേറെ കളി ചിരി അല്ലെ, കോപ്രായ പരിപാടികളാണ്. പക്ഷെ ശരിയായ സഭായോഗം എവിടാണ്? നിങ്ങളെ വിശുദ്ധിയിൽ വളർത്തുവാൻ ഉത്സാഹം പകർന്നു തരുന്ന പ്രബോധനങ്ങൾ കേൾക്കുന്നതാണ് യഥാർത്ഥ സഭ. അല്ല നിങ്ങളെ ലോകത്തിൽ കൂടുതൽ കൂടുതൽ ലൗകികത ഇഷ്ടപ്പെടുവാൻ വേണ്ടി പ്രബോധിപ്പിക്കുന്നതൊന്നും ദൈവസഭയൊന്നുമല്ല. യഥാർത്ഥ ദൈവസഭയെ പോയാൽ പ്രബോധനമുണ്ട്. എന്തിനുള്ള പ്രബോധനം? സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും നടക്കുവാനുള്ള, ഈ പറഞ്ഞ ദൈവത്തോട് അടുക്കുവാനുള്ള പ്രബോധനം നിങ്ങൾ കേൾക്കും. അല്ലാതെ യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് എങ്ങനെ എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് ഉള്ളവനായി മാറാം, എന്റെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം, എന്നിട്ട് അതിനൊക്കെ ഒരു പേരിടും അത്ഭുതം അല്ലെ. എനിക്ക് തോന്നിയതെല്ലാം ചെയ്തു തരുന്നൊരു ദൈവം, ഈ തോന്നിവാസിയെ അനുഗ്രഹിക്കുന്ന ഒരു തോന്നിവാസി ദൈവം അല്ലെ. ഇന്ന് പലയിടത്തെയും പ്രബോധനം അതാണ്. അതല്ല പ്രബോധനം. എന്തിന് സഭയിൽ വരണം? പ്രബോധനം കേൾക്കാൻ വരണം. ഏത് പ്രബോധനം? വിശുദ്ധി വളർത്തുന്ന പ്രബോധനം. ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാനും സൽപ്രവൃത്തി ചെയ്യുവാനും ദൈവത്തോട് അടുക്കുവാനുമുള്ള പ്രബോധനം കേൾക്കുന്ന സ്ഥലമാണ് യഥാർത്ഥ ദൈവസഭ. അത് ആ ദൈവസഭയിൽ പോയാൽ നിങ്ങളെ അവിടുത്തെ വചന ശുശ്രൂഷ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും. പിന്മാറ്റത്തിൽ പോവാതെ സൂക്ഷിച്ചുകൊള്ളും. എബ്രായ ലേഖനം എഴുതിയത് പിന്മാറ്റത്തിൽ പോയവരോടാണെന്ന് ആദ്യമേ പറഞ്ഞു. ആ പിന്മാറ്റത്തിൽ പോയവരുടെ ഒരു ലക്ഷണമാണ് സഭായോഗങ്ങൾ മുടക്കുന്നവരായിരുന്നു. സഭായോഗങ്ങളിൽ വല്ലപ്പോഴും കയറി വരുന്നവരെല്ലാം ശ്രദ്ധിക്കണം. പിന്മാറ്റത്തിൽ പോകും, ഉറപ്പാണ്. എഴുതി വെച്ചോ പോയിരിക്കും. അല്ലാതെ അവര് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്. സഭായോഗത്തിന് വല്ലപ്പോഴും കയറി വരുന്നവരൊക്കെ ഓൾറെഡി അവര് ഇപ്പോഴേ പിന്മാറ്റത്തിലാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അന്ത്യകാലത്ത് നമ്മൾ അടുക്കും തോറും കൂട്ടായ്മ കൂട്ടണം, എങ്കിലേ വിശുദ്ധിയിലും ഭക്തിയിലും നിൽക്കാൻ പോലും പറ്റത്തുള്ളൂ. അപ്പോഴാണ് വല്ലപ്പോഴും ഒരു ഞായറാഴ്ച കയറി വരുന്നവർ.
അല്ലേ? ഇവിടെ ഇവിടെ ഞായറാഴ്ചത്തെ മുടക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം പോരാ, കൂട്ടായ്മ കൂട്ടണമെന്ന്, അന്ത്യകാലം അടുക്കുന്തോറും കൂട്ടണമെന്ന്. അപ്പോഴാണ് ഞായറാഴ്ച പോലും പലപ്പോഴും വരുന്നവരുടെ ഗതി എന്തായിരിക്കും? അവർ ഭയങ്കര വിശുദ്ധിയിലായിരിക്കും. അല്ലല്ല, അവർക്ക് ഒന്നും കാണത്തില്ല. അവര് പൊളിഞ്ഞിരിക്കുകയായിരിക്കും, അവർ പിന്മാറ്റത്തിൽ കിടക്കുന്നവരായിരിക്കും. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ സഭായോഗത്തിന് വരാത്തപ്പോൾ അതൊരു ആത്മീക കൺസേൺ ആകുന്നത്? അതായത് ആളെ കൂട്ടാനല്ല, അല്ലേ? ചിലർ പറയും എന്തോ എപ്പോ സഭയെ വന്നോണം, അല്ലേ? നിങ്ങൾക്ക് എന്താ ആളെ കൂട്ടുന്ന പരിപാടി? ആളെ കൂട്ടലല്ല, നിങ്ങൾ ഈ സഭയല്ല വേറൊരു സഭ. പക്ഷെ സഭയിൽ ഒന്നും പോവാതെ നടക്കുകയാണെങ്കിൽ ദൈവത്തോട് അടുക്കുന്നവരല്ല, പിന്മാറ്റത്തിലാണ്. ഒരു കൂട്ടായ്മയും ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് അന്ത്യകാലം, ഇത് 2000 വർഷം മുമ്പ് എഴുതിയതാ ഈ ലേഖനം. അപ്പോ ഇന്നായിരുന്നു ഈ ലേഖന കർത്താവ് ജീവിച്ചിരുന്നെ പറഞ്ഞാല് അയ്യോ എല്ലാ ദിവസവും ഒരു കൂട്ടായ്മ വേണേന്ന് പറഞ്ഞാല്, അല്ലെ? എവിടെ തിരിഞ്ഞാലും പാപം, എവിടെ തിരിഞ്ഞാലും സ്നേഹിക്കാൻ ഒരു ഉത്സാഹവും കിട്ടുന്നില്ല. നമ്മൾ സ്വാർത്ഥമാരായിട്ട് നടക്കുകയാണ് എല്ലായിടത്തും. എവിടെ തിരിഞ്ഞാലും സ്വാർത്ഥരാകാനുള്ള പ്രബോധനമാണ്, അല്ലെ? നമ്മൾ സ്വാർത്ഥതയുടെ ഒരു സഭായോഗത്തിലാണ് 365 ദിവസവും ഇരിക്കുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഈ പ്രബോധനം കേൾക്കും. മറ്റേ സഭയിലാണ് ഇരിക്കുന്നത്, സ്വാർത്ഥതയുടെ സഭയില്. സ്നേഹിക്കാനും സൽപ്രവൃത്തി ചെയ്യാനും ഒരു ഉത്സാഹവും വളർത്താത്ത, എല്ലാ സ്നേഹവും മരവിപ്പിക്കുന്ന, അല്ലെ? നിങ്ങളുടെയൊക്കെ കയ്യിൽ ഫോണുണ്ടല്ലോ, ആ സഭയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഇമ്പങ്ങളും നമുക്ക് പകർന്നു തന്ന് ലോകക്കാരെ പോലെ ആകണം എന്ന് 365 ദിവസവും 24 മണിക്കൂറും നമ്മൾ ആ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. അപ്പൊ അന്ത്യകാലത്ത് എങ്ങനെ ഭക്തിയോടെ ജീവിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ പിന്മാറ്റത്തിൽ പോകാതെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് കർത്താവിനോട് അടുത്തു ചെല്ലാൻ എങ്ങനെ പറ്റും? എന്ത് ചെയ്യണം? കൂട്ടായ്മ കൂട്ടണം. ഏത് കൂട്ടായ്മ? ശരിയായ പ്രബോധനം നൽകുന്ന കൂട്ടായ്മ. നിങ്ങൾക്ക് അങ്ങനത്തെ കൂട്ടായ്മ ഉണ്ടോ? സഭായോഗം കൂടാതുള്ള കൂട്ടായ്മ, അല്ലേ? നമ്മൾ അങ്ങനെ കൂട്ടായ്മ കണ്ടെത്തണം. ചില സഹോദരന്മാരെ, ചില സഹോദരിമാരെ കണ്ടെത്തി വെക്കണം. അവിടെ പോകുമ്പോൾ അറിയാം, അവര് നമ്മളെപ്പോഴും കർത്താവിനോട് അടുത്തു ചെല്ലാനുള്ള പ്രബോധനം പറഞ്ഞിരിക്കും. അവരങ്ങനത്തെ വചനം പറയും, അവരവരുടെ ജീവിതത്തിലെ അനുഭവം പങ്കുവെക്കും. കഴിഞ്ഞ ദിവസം അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് എങ്ങനെ അടുത്തു എന്നുള്ള കഥ പറയും, അവർ വചനം പറയും. അങ്ങനത്തെ കൂട്ടായ്മകൾ കണ്ടുപിടിച്ച് വെക്കണം. അത് കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല കൂട്ടായ്മ കുറച്ച്, പറ്റുമെങ്കിൽ ഞായറാഴ്ചകളും കുറച്ച്, വല്ലപ്പോഴും വരുന്നൊരു വിശ്വാസിയാണല്ലോ എഴുതി വെച്ചോ പിന്മാറ്റത്തിൽ പോകും. നേരത്തെ കേട്ടെങ്കിൽ അടുത്ത് ചെല്ലുകയൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ, അല്ലെ, അവസാന മാസം 1-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വർഷം എത്ര സഭായോഗം മുടക്കി, അല്ലെ? എത്ര സഭായോഗം കൂടി, അല്ലെ? ചിലർക്ക് എല്ലാ സഭായോഗത്തിനും വന്നു കാണും, ചിലരൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാ സഭ. ഞാൻ തന്നെ ഇവിടെ പല സഭായോഗത്തിനും വരും, നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അന്ന് വേറെ വല്ല സഭയിലും പോയെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്കറിയാം ഇവിടെ അതല്ല. പ്രത്യേകിച്ച് ഇന്ന് വരാത്തവരാണ് ഇത് കേൾക്കേണ്ടത്, അല്ലേ? അവരിന്നും വന്നിട്ടില്ല. ഈ പ്രബോധനം ദൈവം എനിക്ക് തന്ന ദിവസവും അവര് വന്നിട്ടില്ല. ഈ യൂട്യൂബിൽ കൂടെ കേൾക്കുമായിരിക്കും അവര്, അല്ലേ? കേൾക്കട്ടെ. അതുപോലെ കേരളത്തിലുള്ള പല മുങ്ങൽ വിദഗ്ധന്മാരും ഇത് കേൾക്കട്ടെ, അല്ലേ? എല്ലാവരും മുങ്ങൽ വിദഗ്ധന്മാരാണ്. എന്തെങ്കിലും പ്രശ്നം, വയറുവേദന, കടഭാരം, ഉടനെ സഭയിൽ വരും, പിന്നെ സഭയിലെങ്ങുമില്ല. അതിനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പ്രബോധനം ഒന്നുകൂടെ വായിക്കട്ടെ. വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം, പൂർണ്ണ പരമാർത്ഥതയോടെ, കബളിപ്പിക്കാനല്ല. കർത്താവിന്റെ എന്തെങ്കിലും ഗുണം പ്രാപിച്ചു വെച്ച് പിന്നെ കർത്താവിനെ പോടാന്ന് പറയാനല്ല. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക. അതിനുവേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സഭായോഗങ്ങളെ നിങ്ങൾ മുടക്കരുത്. ഇവിടെ കടന്നു വന്ന യഥാർത്ഥ വചന ശുശ്രൂഷയുടെ പ്രബോധനം പ്രാപിച്ച് നിങ്ങൾ വിശുദ്ധ ജീവിതവും ഭക്തി ജീവിതവും നയിക്കുവാനുള്ള ഉത്സാഹം പ്രാപിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഈ ദൗത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സഭയിൽ എന്തിനാ കടന്നു വരുന്നേ? ഇന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു വിശ്വാസികൾക്കും ബോധമില്ല. എന്തിനാ സഭയെ വരുന്നേ? ഇന്ന് എന്തിനാ വന്നേ? നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, എന്തിനാ ഇന്ന് സഭയെ വന്നേ? ദൈവത്തോട് അടുക്കാനാണോ? ഒന്നാമത്തെ ചോദ്യം. എനിക്കിന്ന് പ്രസംഗിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വന്ന്. ഇനി വേറെ ആര് പ്രസംഗിക്കും? അപ്പൊ പ്രസംഗത്തോട് അടുത്ത് വരിക എന്നാണ് പ്രബോധനം, അല്ല, അല്ലേ? പാട്ട് പാടാനുള്ളതുകൊണ്ടാണോ വന്നേ? ഉച്ചയ്ക്ക് ഓട് കിട്ടുമെന്നും പറഞ്ഞാണോ വന്നേ? അല്ലേ? ജോലി ചെയ്യാനാണോ വന്നേ? വെള്ളം തിളപ്പിക്കാനാണോ വന്നേ? പിന്നെ എന്തിനാ വന്നേ? ഒന്നാമത്തെ ചോദ്യം, ദൈവത്തോട് അടുക്കുവാനാണോ വന്നേ? രണ്ടാമത്തെ ചോദ്യം, ഇവിടെ വന്നത് ആരെങ്കിലും പ്രബോധിപ്പിച്ചു ഉത്സാഹിപ്പിക്കാനാണോ? അത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ. ഞാൻ വരുന്നത് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ്.
പലരും സഭയെ കടന്നു വരുന്നത് സ്വന്തം അനുഭൂതിക്കാണ്. ഒന്ന് കരഞ്ഞ് ഒരു അന്യഭാഷയൊക്കെ പറഞ്ഞ് കുറച്ച് രോമാഞ്ചമൊക്കെ പ്രാപിച്ച് തങ്ങി പോകണം. അടുത്തിരിക്കുന്ന ആരോട് പറഞ്ഞു അല്ലേ? അതൊരു സഭയല്ല. അങ്ങനെ ഒരു കൂട്ടത്തെ കുറിച്ച് ഈ സഹോദരൻ എഴുതത്തില്ല. നിങ്ങൾ അന്യോന്യം ഒരു പ്രബോധനം ഇല്ലല്ലോ. അന്യോന്യ ശുശ്രൂഷ ഇല്ലാതെ അനുഭൂതി ശുശ്രൂഷ മാത്രമുള്ളിടത്ത് ഇതൊന്നും നടക്കത്തില്ല. അന്യോന്യം ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എപ്പോഴും പറയുന്നതാണ്, സഭ ഒരു ശരീരമാണ്, അല്ലാതെ കൺവെൻഷൻ ഗ്രൗണ്ട് അല്ല. കൺവെൻഷൻ ഗ്രൗണ്ടിൽ കുറെ ആൾക്കാർ, ഒരു ജനക്കൂട്ടം. പ്രാദേശിക സഭ ജനക്കൂട്ടമല്ല, ഒരേ പ്രസംഗം കേൾക്കുന്ന ജനക്കൂട്ടമല്ല. പ്രാദേശിക സഭ ഒരു ശരീരമാണ്. ശരീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യം കരുതലുള്ള ഒരു കൂട്ടമാണ്, അല്ലേ? എന്റെ വലത്തേക്കാലിൽ ഒരു ചവിട്ട് കിട്ടിയാൽ എന്റെ ഇടത്തേക്കാലിനും എന്റെ ഇടത്തെ കൈക്കും എന്റെ വലത്തെ കൈക്കും എന്റെ തലച്ചോറിനും എല്ലാം അറിയാൻ പറ്റും അവിടെ വേദനിക്കുന്നത്. അല്ലാതെ 10 ദിവസം കഴിഞ്ഞിട്ടില്ല ചവിട്ട് കിട്ടിയായിരുന്നു എന്നല്ല, അല്ലേ? സഭ അങ്ങനെ ആയിരിക്കണം. ഇവിടെ ഒരു സഹോദരനോ സഹോദരിയോ പാപത്തിൽ വഴുതി വീഴുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും എരിവ് കയറണം. ആരാണ് അവനെ പാപത്തിൽ കൊണ്ടുപോയത്? പ്രബോധനം വരണം. ഒരാൾ ഭയപ്പെട്ടിരിക്കുന്നു, ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നു, ഒരാൾ താണ്ട് സഭായോഗത്തിനൊന്നും വരുന്നില്ല, ദണ്ണം വരണം. ദണ്ണം അത് ശരിയല്ലല്ലോ. അവരോട് സംസാരിക്കണമല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ, അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കണമല്ലോ, അവരോട് പ്രബോധിപ്പിക്കണമല്ലോ, അവരെ ശാസിക്കണമല്ലോ. ഈ കൂട്ടുത്തരവാദിത്വം കടന്നു വരണം. കാരണം അന്ത്യകാലത്തിൽ ഇങ്ങനെ കരുതുന്ന ഒരു സഭായോഗം ഇല്ലെങ്കിൽ നമ്മളാരും ഭക്തന്മാരൊന്നും ആകാൻ പോകുന്നില്ല. അന്യോന്യ ശുശ്രൂഷ മറന്നു പോകരുത്. അപ്പൊ സഭായോഗത്തിൽ എന്തിനാ വരുന്നത്? ദൈവത്തോട് അടുക്കുവാൻ. ഈ ശുശ്രൂഷകൾ പ്രാപിച്ച് ഞാൻ ദൈവത്തോട് അടുക്കുവാൻ. 2, ഈ ശുശ്രൂഷകൾ അങ്ങോട്ട് കൊടുത്ത് എന്റെ കൂട്ടു സഹോദരങ്ങളും ദൈവത്തോട് അടുക്കുവാൻ. ഈ ബോധത്തോടെ വേണം സഭയിൽ കയറി വരാൻ, അല്ലേ? അപ്പൊ നമ്മുടെ ഈ വർഷം ഏതാണ്ട് അവസാനിക്കാറായി. നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ ദൈവത്തോട് അടുക്കും. അതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത്. എന്റെ എല്ലാ മേഖലയിലും പാപം വിട്ട് ദൈവത്തോട് അടുക്കും. പിന്മാറ്റത്തിന് സ്ഥാനം കൊടുക്കുകയില്ല. അത് കുറ്റബോധമാകട്ടെ മറ്റെന്താകട്ടെ, എന്നെ പിന്തിരിപ്പാൻ ഞാൻ അനുവദിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ ജയം പ്രാപിക്കും. 2, ഞാൻ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ചിട്ടയായിട്ട് മുടക്കം കൂടാതെ ദൈവസഭയിൽ കടന്നു വരും. സഭാ യോഗത്തിലുള്ള ശുശ്രൂഷകൾ, വചന ശുശ്രൂഷ, പ്രബോധന ശുശ്രൂഷ പ്രാപിച്ച് ഞാൻ ദൈവത്തോട് അടുക്കും. അതുപോലെ ആ പ്രബോധന ശുശ്രൂഷയുടെ ഒരു ഭാഗമായി എന്റെ സഹോദരങ്ങൾക്കും ഞാൻ അടുത്തു വരുവാനുള്ള ഉത്സാഹം പകർന്നു കൊടുക്കും. നിങ്ങൾക്ക് ചിലപ്പം പ്രസംഗിക്കാൻ അറിഞ്ഞൂടായിരിക്കും. ഇന്ന് രാവിലെ വായിച്ച ഒരു വാക്യം ഓർമ്മയുണ്ടോ? അത് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനോട് ഉണ്ണാൻ നേരം അടുത്തിരുന്ന് പറഞ്ഞാൽ മതി. അത് പ്രബോധനമാണ്, അത് ഉത്സാഹമാണ്. അന്യോന്യം നമ്മൾ കരുതണം, അന്യോന്യം നമ്മൾ പ്രബോധിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം. അങ്ങനെ കരുതുന്ന ഒരു സഭയിൽ കൂട്ടായ്മ വർദ്ധിപ്പിക്കും തോറും അന്ത്യകാലത്തിലെ ഈ വിപത്തുകളിൽ നിന്നെല്ലാം നമ്മൾ അന്യോന്യം സൂക്ഷിച്ച് വിശുദ്ധിയോടും ഭക്തിയോടും നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഭ തന്നെ. അപ്പൊ ഈ വർഷ അവസാനത്തെ ഈ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച നമുക്ക് തീരുമാനം എടുക്കാം. ഈ വർഷത്തിന്റെ ഇനിയുള്ള 3 ഞായറാഴ്ച എങ്ങാണ്ട് ഇനിയുള്ളൂ. ഈ 3 ഞായറാഴ്ചയും ഞാൻ ഉറപ്പായിട്ടും കടന്നു വരും. ഈ ഉദ്ദേശങ്ങളോട് നീതി പുലർത്തും. അടുത്ത വർഷം ഒരു ഞായറാഴ്ചയും ഞാൻ മുടക്കം വരുത്തത്തില്ല. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും. അന്ന് ഭൂമി തകരുമെന്ന് പറഞ്ഞാലും ഞാൻ സഭയെ കാണും, അല്ലേ? ഭൂമി അന്ന് തീരാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ സഭയിൽ ഇരുന്ന് തീരട്ടെ ഭൂമി, അല്ലേ? അന്ന് മാറ്റി വെക്കാൻ പറ്റാത്ത വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ സഭയെ കാണും. പണ്ടൊക്കെ സഭകളിൽ ചേരുമ്പോ ഒരു ഉടമ്പടി പ്രഖ്യാപനമുണ്ട്. പാശ്ചാത്യ നാടുകളാണ് കൂടുതൽ, ഇവിടെയും പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉടമ്പടി, മെമ്പർഷിപ്പ് കവനന്റ്. അതിൽ ഒന്നാമത് പറയുന്ന അതാണ്, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത എന്തെങ്കിലും കാരണങ്ങളാൽ അല്ലാതെ, അതായത് അന്ന് ഭൂമി ഉരുക്കം ഉണ്ടായി, അന്ന് മഴ പെയ്തു, പേമാരി ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അതൊന്നും നമ്മുടെ കയ്യിലല്ല. അങ്ങനത്തെ ബാഹ്യമായ കാരണങ്ങളല്ലാതെ, പിന്നെ രോഗവും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ സഭയെ കാണും. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ. എന്നിട്ടാണ് സഭയിൽ കയറി വരുന്നത്. ഇന്ന് അതൊന്നുമില്ല. ഇന്നൊരു പ്രതിജ്ഞയും വേണ്ട, ഒരു പ്രതിബദ്ധതയും വേണ്ട, അല്ലെ? നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇനി നമ്മൾ സഭായോഗം മുടക്കില്ല. കാരണം ഈ സഭായോഗം ഇവിടെ ഇരിക്കുന്നവരെ കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം ദൈവത്തോട് അടുക്കുവാനുള്ള മുഖാന്തരങ്ങളാണ്. അത് പ്രാപിക്കണം. ഇന്ന് നമ്മൾ കർത്തൃമേശ എടുക്കുന്നതും ദൈവത്തോട് അടുക്കുവാനാണ്, അല്ലെ? സുവിശേഷം മറന്നു ജീവിക്കുന്നവർ ഇതെടുക്കുമ്പോഴെങ്കിലും സുവിശേഷം ഒന്ന് ഓർക്കട്ടെ, അല്ലെ? എനിക്ക് പലപ്പോഴും കഷ്ടം തോന്നും. നമ്മൾ ഇപ്പൊ ഒരു വേദവാക്യം വായിക്കുമല്ലോ, 1 കൊരിന്ത്യർ. അതിൽ കർത്താവ് പറയുന്നത് എന്താണ്?
ഇത് ചെയ്ത് നിങ്ങൾ എന്നെ ഓർക്കണേ അല്ലേ? അതെന്തൊരു പറച്ചിലായിപ്പോയത്. ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് പറയുമോ, വർഷത്തിൽ ഒരു ദിവസം നീ ഇത് ചെയ്ത് എന്നെ ഓർക്കണേ? സാധാരണ അത് പറയുന്നവരാണ്. ദൂരത്തുള്ള ആരെങ്കിലും പറയും, നമ്മളോട് അധികം ബന്ധമൊന്നും ഇല്ലാത്ത ആള് പറയും, വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ സദ്യ കഴിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണേ, അല്ലേ? അല്ലാതെ ഏറ്റവും അടുത്ത് നടക്കുന്ന ആരെങ്കിലും പറയൂ? ഭർത്താവ് ഭാര്യയോട് പറയൂ? ഇല്ല. പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞു. അതെന്താ? ഭർത്താവിനെ അറിയാം നമ്മൾ ഈ ദൂരത്ത് കിടക്കുക. നമ്മള് 99% ചാൻസ് എന്താണ്? നമ്മൾ കർത്താവിനെ മറന്ന് ജീവിക്കും, വിസ്മരിച്ച് ജീവിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതെടുത്ത്, ആദ്യകാലങ്ങളിൽ ആഴ്ച വട്ടത്ത് വചനത്തിൽ പറയുന്നത് എല്ലാ ആഴ്ചയും എടുക്കണമെന്നാണ്. എല്ലാ ആഴ്ചയും ഞായറാഴ്ച യോഗത്തിൽ വന്ന് എന്നെ ഓർക്കണം. ഓർക്കാൻ വേണ്ടി ഒരു സദ്യയൊക്കെ ഒരുക്കിയേച്ച് പോയി, ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ലെന്ന്. നമ്മൾ മറന്നു കളയുന്നവരാണ്. നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ നന്ദി കെട്ടവരാണ്, പെട്ടെന്ന് മറക്കും. അപ്പൊ ഓർക്കണം. ഇവിടെ എല്ലാം കണ്ടോ, മുഖാന്തരങ്ങളാണ്. സഭയിൽ വെച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷയും മുഖാന്തരങ്ങളാണ്. ദൈവത്തോട് അടുത്തു വരിക, പാപം വിടുക, പാപം ഏറ്റുപറഞ്ഞ് രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് ദുർമനസാക്ഷി വിട്ടുകളയുക. ആരും കൈപ്പിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, ആരും കുറ്റബോധത്തിൽ ജീവിക്കാനേ പാടില്ല. അതൊക്കെ പിശാചിന് നല്ല തന്ത്രപരമായി ഉപയോഗിച്ച് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള പറ്റിയ സ്ഥലമാണ്. അത് അവിടെ ഇരിക്കരുത്. അവിടെ പിശാചിനെ തോപ്പിക്കണം. രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് കർത്താവിനോട് അടുത്തു വരിക. അടുത്ത് ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ല ദൂരെ ജീവിക്കാനല്ല. നിങ്ങൾ കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്ത് സ്നേഹമുള്ള കർത്താവല്ലേ, എന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കണം, എന്റെ ചാരെ നിങ്ങൾ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 17-ാം അധ്യായം യോഹന്നാൻ 17 കർത്താവ് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ മഹത്വീകരിക്കുമ്പോൾ എന്റെ അടുത്തിരിക്കണമെന്ന്, ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും കൊണ്ടായിരിക്കണമെന്ന്. അത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്, അല്ലെ? എന്റെ അടുത്തിരിക്കണം. അതുകൊണ്ട് പിന്മാറ്റം വിടാം, സഭായോഗങ്ങൾ മുടക്കുന്നത് വിടാം. ഈ മാസത്തിന്റെ ബാക്കിയുള്ള സൺഡേ എല്ലാം നമ്മള് ചിട്ടയോടെ കടന്നു വരും. അടുത്ത വർഷം ഈ സഭയിൽ കസേരകളൊന്നും ഒഴിഞ്ഞിരിക്കുകയില്ല. ഞാനും എന്റെ കുടുംബവും ഇവിടെ കാണും ഞായറാഴ്ച തോറും എന്നൊരു തീരുമാനമെടുക്കാം. എല്ലാവർക്കും കണ്ണുകളടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളെ വ്യക്തിപരമായി ഇത്രത്തോളം അങ്ങ് സ്നേഹിച്ചുവല്ലോ. സ്വന്തം ശരീരം ദൈവക്രോധത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ ചീന്തി ദൈവ സാന്നിധ്യത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കർത്താവേ, ഈ പാപികൾക്ക് ജീവനുള്ളൊരു പുതുവഴി അങ്ങ് തുറന്നു തന്നല്ലോ. ജീവനുള്ള വഴി, ഒരു നാളും നശിച്ചു പോകാത്തൊരു വഴി, പുതുവഴി, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത, പഴയ നിയമത്തിൽ ഒരു ഭക്തനും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതുവഴി, ഒരു കുറ്റബോധവും കൂടാതെ, ഒരു ശിക്ഷാവിധിയെയും ഭയപ്പെടാതെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മറവിൽ ദൈവത്തിന്റെ അടുക്കൽ ധൈര്യത്തോടെ കടന്നു വരുവാൻ അങ്ങ് വഴി ഒരുക്കിയിരിക്കാൻ സ്തോത്രം കർത്താവേ. ഞങ്ങൾക്കൊരു നല്ല മഹാപുരോഹിതനെ നൽകിയിരിക്കാൻ സ്തോത്രം. നീതിമാനും മനസ്സലിവുമുള്ള നല്ല മഹാപുരോഹിതനെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. വേല തികച്ച മഹാപുരോഹിതനായിട്ട് സ്തോത്രം. പരിപൂർണ യാഗം കാഴ്ചവെച്ച് തികഞ്ഞ രക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത മഹാപുരോഹിതനായിട്ട് സ്തോത്രം. ഞങ്ങൾ പാപം ചെയ്യുമ്പോൾ പാപം ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, മധ്യസ്ഥത വഹിക്കുന്ന ഒരു കാര്യസ്ഥനായ യേശുക്രിസ്തുവിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നിട്ട് ഞങ്ങൾ അങ്ങയോട് അടുത്തു വരുന്നില്ലെങ്കിൽ അത് മഹാ അനീതിയാണ് കർത്താവ്. ഞങ്ങളതെന്ന് വീണ്ടും മനസ്സിലാക്കി ഞങ്ങൾ ഹൃദയങ്ങളെ നുറുക്കി കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്ന കർത്താവേ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ പിന്മാറ്റത്തിനായിട്ടും ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്ന കർത്താവേ, ഞങ്ങൾ മാനസാന്തരപ്പെടുന്ന കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോട് അടുത്തു വരണം കർത്താവേ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ ഞങ്ങൾ പ്രത്യാശയെ മുറുകെ പിടിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയോട് അടുത്തു വരുവാൻ ഈ നിമിഷം കർത്താവേ സകല ഹൃദയങ്ങളും ഒരു തീരുമാനമെടുക്കുന്നു കർത്താവേ. അതിനോടൊപ്പം ചേർന്ന് പോകുന്ന സഭായോഗങ്ങളിൽ ചിട്ടയായിട്ട് കടന്നു വരിക എന്നുള്ള വസ്തുതയും ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവേ. ഇവിടെ കടന്നു വന്ന് പ്രബോധനം കേൾക്കുവാൻ, വചനസ്വരം കേട്ട് ഉത്സാഹം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ.
ഇവിടെ കർത്താവെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചിട്ടയായിട്ട് വരുവാൻ, ഇത് അവരുടെ ജീവിതത്തിന്റെ ഒരു ചിട്ടയായിട്ട് മാറുവാൻ, ദൈവഭക്തിയുടെ ഒരു അടിസ്ഥാനമായി മാറുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരും കർത്താവെ സഭായോഗങ്ങൾ മുടക്കാത്ത വിശ്വാസികളായി മാറുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇനിയുള്ള ഞായറാഴ്ചകൾ കർത്താവ്, ഈ വർഷത്തിലേതും അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ കർത്താവെ സഭായോഗം മുടക്കുന്ന ഈ ശീലം നിർത്തി കർത്താവിനോട് അടുത്തു വരുന്നവരായി മാറുവാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ. തുടർന്നുള്ള കർത്തൃമേശ ശുശ്രൂഷയിലും ഞങ്ങൾ അങ്ങയെക്കുറിച്ചുള്ള ധ്യാനം നിമിത്തം അങ്ങയോട് അടുത്ത് വരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ രീതിയിൽ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തെ മരവിപ്പിച്ചു കളയുന്ന, സൽപ്രവർത്തികളെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചതിക്കുഴികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം മൃദുലമായ ഒരു ഹൃദയമാകണമേ, വചനത്തോട് പ്രതികരിക്കുന്ന ഒരു ഹൃദയമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഈ സകലരും പിന്മാറ്റത്തിൽ പോകാതെ കർത്താവേ അങ്ങയോട് അടുക്കുന്നതിൽ മുന്നേറുന്നവരാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷയെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.